ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ തോൽവി ആരും മറന്നാലും കെ മുരളീധരൻ മറക്കില്ല. കാലം എത്ര കഴിഞ്ഞാലും ചതിയുടെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തും. വടകര വിട്ട് തൃശൂരിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച നേതൃത്വത്തിൻ്റെ ചെയ്ത്ത് മുരളീധരന് മറക്കാനാവുന്നതേയല്ല. തോൽവി അന്വേഷിക്കാമെന്നൊക്കെ നേതാക്കൾ അക്കാലത്ത് തന്നെ ഉറപ്പ് കൊടുത്തപ്പോൾ തന്നെ മുരളീധരൻ വ്യക്തമായി പറഞ്ഞു, ഒരു വിശ്വാസവുമില്ല, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയുമില്ല. എന്നിട്ടും KC ജോസഫിനെ വിട്ട് KPCC അന്വേഷിപ്പിച്ചു. റിപ്പോർട്ട് നേതൃത്വത്തിന് കൊടുത്തിട്ട് മാസങ്ങളായി, ഒരു നടപടിയുമില്ല. മാധ്യമങ്ങളിൽ റിപ്പോർട്ടിൻ്റെ ചില പേജുകൾ പ്രത്യക്ഷപ്പെട്ടു. റിപ്പോർട്ട് അലമാരിയിൽ പൂട്ടിവെച്ച നേതാക്കൾ ചാടിക്കയറി ഒരു കാര്യം വെളിപ്പെടുത്തി. റിപ്പോർട്ടിൽ തൃശ്ശൂരിലെ ഒരു നേതാവിൻ്റെ പേരും പരാമർശിക്കുന്നില്ല. അന്വേഷണത്തിൽ അവിശ്വാസം ആദ്യമറിയിച്ച കെ മുരളീധരൻ പറഞ്ഞത് ശരിയായി. സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മുരളീധരനെ തോൽപ്പിച്ചതിന് പിന്നിൽ തൃശ്ശൂരിലെ നേതാക്കളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളുടെ വിശദീകരണം ഉൾക്കൊള്ളില്ല. നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് DCC ഓഫീസിന് മുന്നിലെ പോസ്റ്ററുകളും DCC ഓഫീസിലെ കൂട്ടത്തല്ലുമൊക്കെ നേതാക്കൾ മറന്നു. കെ മുരളീധരനെ തോൽപ്പിച്ചവരെ ചേർത്ത് നിർത്തി നേതാക്കൾ അന്വേഷണ റിപ്പോർട്ടിന് കാശിൻ്റെ വിലയില്ലാതാക്കുമ്പോൾ TN പ്രതാപനെ മത്സരിപ്പിച്ച് തൃശ്ശൂർ തിരിച്ചു പിടിക്കണമെന്ന് കെ മുരളീധരൻ പറയുന്നതിൻ്റെ പൊരുൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് നന്നായി മനസ്സിലാവും.